ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഐക്കിയ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഞങ്ങളുടെ റൂം ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു മേക്ക് ഓവറൊക്കെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അതുകൊണ്ടാണ് ഐക്കിയയിൽ പോയത്. ഞാൻ കൂടുതലും ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് മേക്ക് ഓവേഴ്സ് ചെയ്യാനും ഡെക്കോർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ഐക്കിയ ആയിരിക്കും. ഐക്കിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പ്രൊഡക്ട്സൊക്കെ നല്ല മിനിമലിസം കീപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലൊക്കെ നമുക്ക് പ്രൊഡക്ട്സൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐക്കിയയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇന്നലെ പോയതാണ്. ഞാൻ ഓൾറെഡി തെമു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കുറച്ചൊക്കെ ഹോം അപ്ലയൻസസും കുറച്ച് ഹോം ഡെക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കാണുമ്പോഴൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നും. ബട്ട് ഹലോ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച എല്ലാ പ്രൊഡക്ട്സും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഹാലാക്ക് തന്നെ ഇങ്ങനത്തെ പ്ലേറ്റ്സ് ഒക്കെയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അതൊരു ടൈമായി യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട്. സോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പുതിയ സെറ്റ് ഓഫ് പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ബട്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്, ഐക്കിയുടെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ആൻഡ് സൂപ്പർ അഫോർഡബിൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ്സിൻ്റെ റേറ്റ് ഒന്നും ഐക്കിയുടെ ഉള്ളിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വിശന്നൊരു ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹോം ഡെക്കേഴ്സിലായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെമൂന്ന് ഓൾറെഡി ഞാൻ കിച്ചണിലൊക്കെ ഉള്ള അപ്ലയൻസൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോം ഡെക്കേഴ്സിലാണ്. ബട്ട് വാങ്ങിച്ചു വന്നപ്പോൾ എല്ലാം മിക്സ്ഡപ്പായി. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 പ്ലേറ്റ്സ് ചിക്കൻ ടെൻഡേഴ്സാണ്. 1 പ്ലേറ്റാണ് ആദ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ വിശപ്പ് അതിലും കൂടുതൽ കഴിക്കുന്നതൊക്കെ വിചാരിച്ചിട്ട് 2 പ്ലേറ്റ്സ് ഓർഡർ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഹെവി. കാരണം അത്ര ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ഞങ്ങളതിൽ 1 പ്ലേറ്റ് തന്നെ കംപ്ലീറ്റ് ആക്കി കഴിച്ചില്ല. ഞങ്ങളത് പാഴ്സലെടുത്തു. പിന്നെ വാനില ലാറ്റെ നല്ല സൂപ്പർബായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എന്തോ ഒരു സ്വീറ്റ് ഐറ്റം കൂടെ ബില്ല് വാങ്ങിച്ചു. എനിക്കതിൻ്റെ പേര് കറക്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തില്ല. ആൻഡ് ദെൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ബാക്കി ഷോപ്പിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെയാണ് മനസ്സിലായത് ഫുഡ് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നല്ല ടയേർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു കേട്ടോ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഒരു സോളോ ഡേറ്റിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഐക്കിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കിങ്ങനെ ഭയങ്കര സ്ലോലി ഓരോന്ന് ചെക്ക് ചെയ്തൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എല്ലായിടത്തും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല. ആൻഡ് ദെൻ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നത്. ഈ ഫ്ലോറിലാണ് ഏറ്റവും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ കിട്ടുന്നത്. ഒരു ലോണ്ട്രി ബാഗ് എടുത്തിട്ടുണ്ടായി. അതുപോലെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് പ്ലേറ്റ്സ്, സ്ട്രെയിനേഴ്സൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഈ പിങ്ക് ആൻഡ് ബീച്ച് കളർ കപ്പ് എടുത്തു. ആൻഡ് ദെൻ അങ്ങനെ കുറച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഡെക്കേഴ്സ് നോക്കാൻ വന്നിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത് കിച്ചൺ അപ്ലയൻസസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പാട്ടാണ് ക്യാൻഡിൽസ്. കാരണം ക്യാൻഡിൽസ് അടിപൊളിയാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സെഷനിലൊക്കെ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നല്ല റഷായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ആൻഡ് ദെൻ ബില്ല് അടിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച പ്രൊഡക്ട്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷുവറായിട്ടും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്നല്ല, എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.